ഓക്കെ, അപ്പോൾ റഷ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത്, ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് റഷ്യൻ വാറിനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ പഠിക്കുന്ന സമയത്താണ് അവിടെ ഈ ഒരു വോറൊക്കെ നടന്നിട്ടുള്ളത്. പാടിക്കോ. Нас просто меняет местами такого закон сансари. ഓയ് മാമ അയ്യോ. ഞങ്ങൾ രാത്രിയാണ് പോയിട്ട് ആപ്പിൾ പൊട്ടിക്കുക മരത്തുനിന്ന്. അവിടെ അടുത്ത് ഗാർഡൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു 3-4 പേര് ഞങ്ങൾ ഗേൾസ് ഇറങ്ങിയിട്ട് രാത്രി പോയിട്ട് ആപ്പിളൊക്കെ പൊട്ടിച്ച് കഴിക്കുന്നു. ഇനി ട്രാവലിൻ്റെ കാര്യത്തിന് നമുക്കവിടെ ഏറ്റവും ഏകദേശം ഒരു 6 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് പോകാനുള്ള എല്ലാ ബിൽഡിങ്സും വരുന്നത്, യൂണിവേഴ്സിറ്റി ബിൽഡിങ്സ് എല്ലാം വരുന്നത്. ഞാൻ കാലിക്കറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് നോക്കിയിരുന്നപ്പം കാലിക്കറ്റ് സിറ്റിക്കൊക്കെ അടുത്ത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയായിരുന്നു, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ, ഞാൻ അവിടെ നിന്നിരുന്ന അപ്പാർട്ട്മെൻറ്റ് ഇത്ര വിലയില്ലല്ലോ. അങ്ങനെ ഹലോ ആൻഡ് വെൽക്കം ടു ഡോക്ടർ പോഡ്കാസ്റ്റ് ബൈ മെവെക്സ് മെൻറ്റർ. എബ്രോഡിൽ MBBS കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഡോക്ടർ പോഡ്കാസ്റ്റ്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് റഷ്യയുടെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ MBBS കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ FMGE എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ഡോക്ടർ ഹെന. ഡോക്ടർ നമസ്കാരം. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ. ബിക്കോസ് FMG ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം സ്റ്റഡി അബ്രോഡ്സ് FMG ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഇൻഫർമേഷൻ വീഡിയോസിനും പിന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. ബട്ട് എൻ്റെ യൂണിവേഴ്സിറ്റീനെ പ്രൊമോട്ട് ചെയ്യാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് ഐ എം റിയലി ഹാപ്പി ടു ബി ഹിയർ ടുഡേ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഓക്കെ, അപ്പം റഷ്യ പോലത്തെ ഒരു കൺട്രിയിൽ MBBS എന്ന് പറയുമ്പോൾ നമ്മുടെ മിക്ക സ്റ്റുഡൻസിൻ്റെയും ഒരു കൺസേൺ ആയിരിക്കും അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ലൈഫ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസും ടീച്ചേഴ്സായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഡോക്ടറിൻ്റെ ആ ഒരു യൂണിവേഴ്സിറ്റി ലൈഫൊക്കെ? ഞാൻ റഷ്യയിൽ MBBS പഠിച്ചത് നാഷണൽ റിസർച്ച് മൊഡൂയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം സറാൻസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സിറ്റിയിലാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പം പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ ഒരുപാട് കൺസേൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഐ തിങ്ക് മൈ യൂണിവേഴ്സിറ്റി ലൈഫ് വാസ് എ റോളർ കോസ്റ്റർ റൈഡ്. അത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി കൾച്ചറൽ പാർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, എല്ലാം കൂടി ഒന്ന് സമപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി. സോ ഈ അടുത്തുകൂടെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞുള്ളൂ വളരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് റഷ്യൻ ലൈഫെന്ന്. എല്ലാ സൈഡും കേട്ടോ, ഇപ്പം എഡ്യൂക്കേഷൻ അങ്ങനെ എല്ലാ സൈഡിലും നോക്കിയാൽ എന്തുകൊണ്ടും എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തത് തന്നെ ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കമ്പാരിറ്റീവ്ലി എൻ്റെ ഫസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പം ഞാനൊരു 6th ഇയർ ആയപ്പോഴത്തേനും ഭയങ്കര എക്സ്പോണൻഷ്യൽ റേറ്റിലാണ് നമ്മുടെ ഈ സ്റ്റഡി അബ്രോഡ്സ് ഒരുപാട് ഏജൻസീസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എവിടെ നോക്കിയാലും സ്റ്റഡി അബ്രോഡ്സ് ആണ്. അപ്പം ആ ഒരു സമയത്ത് 6 years ബാക്ക് അത്രയും ഒരു എക്സ്പോഷർ തരാനോ ഡീറ്റെയിൽസ് തരാനോ ഒന്നും ഒരുപാട് സ്റ്റഡി അബ്രോഡ്സ് ഇല്ല. ബട്ട് എങ്ങനെയോ ഈ യൂണിവേഴ്സിറ്റിയിൽ എത്തി അവിടെ 6 years ഓഫ് MBBS കംപ്ലീറ്റ് ചെയ്യാനും തിരിച്ച് നാട്ടിൽ വന്ന് FMG ക്ലിയർ ചെയ്യാനും ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ലക്കിയും ബ്ലെസ്ഡും ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പം. ഓക്കെ ഡോക്ടർ, അപ്പം ഇപ്പം നമ്മൾ MBBS എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ജോർജിയ, ഉക്രൈൻ, ഉസ്ബെക്ക് ഒക്കെയാണ്. അപ്പം എന്തുകൊണ്ടാണ് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് റഷ്യ ചൂസ് ചെയ്തത്? ശരിയാണ്, നമ്മൾ എബ്രോഡ് പഠിക്കാനൊരു പ്ലാൻ ഇടുമ്പോൾ തന്നെ നമ്മൾ വളരെ നോർമലായിട്ട് കേൾക്കുന്ന കുറച്ച് കൺട്രീസാണ്. ഇപ്പം ജോർജിയ പറഞ്ഞ പോലെ ജോർജിയ, ഉസ്ബെക്ക്, കിർഗിസ്ഥാൻ, റഷ്യയൊക്കെ. അപ്പം അന്നേരം അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വലിയ കൺസേൺസ് ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പം എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി കിട്ടിയത്. ഞാൻ നോക്കിയപ്പം അഫോർഡബിൾ ഫീസാണ്. പിന്നെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള എൻ്റെ സീനിയേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ റഷ്യ, പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 6 years മുന്നാണല്ലോ പോയത്. അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നതും അന്നേരം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്തിരുന്നതും റഷ്യ തന്നെയാണ്. അതുകൊണ്ടാണ് റഷ്യ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അവിടെ എത്തിയത്.
ഓക്കെ, അപ്പോൾ റഷ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത്, ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് റഷ്യൻ വാറിനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ പഠിക്കുന്ന സമയത്താണ് അവിടെ ഈ ഒരു വോറൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന നിലയിൽ നിങ്ങൾ എത്രത്തോളം ഈ ഒരു വോർ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ നമ്മളവിടെ വോർ എന്നുള്ള ടേം അല്ല നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഒരു മിലിറ്ററി ആക്ടിവിറ്റി എന്നാണ്. അറിയാലോ, റഷ്യ ബിഗ്ഗസ്റ്റ് കൺട്രിയാണ്. അപ്പം റഷ്യയുടെ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണത്. ആസ് സ്റ്റുഡൻസ് നമ്മളെ സത്യം പറഞ്ഞാൽ ഇത് കേട്ട് തുടങ്ങിയപ്പം നല്ല പേടിയുണ്ടായിരുന്നു. എല്ലാവരും ഒരു പാനിക് സിറ്റുവേഷനിലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സറാൻസ്കിലുള്ളത്. അത് റഷ്യയുടെ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് വരുന്നതാണ്. ഞങ്ങളെ ഒരു തരത്തിലും ഈ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ന്യൂസസോ ആസ് സ്റ്റുഡൻസ് ഞങ്ങളുടെ ഒരു രീതിക്കും അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ കേട്ടിരുന്നു കുട്ടികളൊക്കെ എന്താണ് നാട്ടിൽ പോകാൻ ഉള്ള ആവശ്യം പറയുന്നുണ്ട് എന്നൊക്കെ. ബട്ട് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ വി വർ റിയലി സേഫ്. ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു ചേഞ്ച് വന്നതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ആ സമയത്ത് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇന്ത്യയും റഷ്യയുമായിട്ട് അത്യാവശ്യം നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന രണ്ട് കൺട്രീസ് ആണല്ലോ. അത് കാരണം തന്നെ അവിടുത്തെ നേറ്റീവ്സ് ആവട്ടെ നമ്മുടെ പ്രൊഫസേഴ്സ് ആവട്ടെ അവരൊക്കെ ഞങ്ങൾ സേഫാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഐ റിമെമ്പർ ഒരു വെബിനാർ അറേഞ്ച് ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റിയുടെ. ഞങ്ങളുടെ ഡയറക്ടർ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ പേരൻസിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. ഇവിടെ സേഫാണ്, പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ കുട്ടികൾ ഇവിടെ സേഫാണ് എന്നുള്ള രീതിയിൽ പുള്ളി എന്നെ ഒരു വെബിനാർ ഇനീഷ്യേറ്റ് ചെയ്തിരുന്നു. അപ്പം ഓൾ ടോട്ടൽ ഈ വോർ എന്നുള്ളത് ഞങ്ങളെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ റഷ്യ പോലത്തെ ഒരു കൺട്രി എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കൺസേൺ ആയിരിക്കും, എന്താണ് റഷ്യൻ ലാംഗ്വേജ് പഠിക്കണം അവിടെ എത്തുമ്പോൾ, ലൈക്ക് നമ്മുടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആണോ, അത് റഷ്യൻ അറിഞ്ഞിരിക്കണോ? ശരിക്കും റഷ്യൻ ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മൾ പഠിക്കാൻ ചെല്ലുന്നത് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്കാണല്ലോ. അവരുടെ പ്രൈമറി മീഡിയം അവരുടെ ലാംഗ്വേജ് തന്നെയാണ്. ബട്ട് വി ആർ ലക്കി ദറ്റ് നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് ഫുള്ളി ഇംഗ്ലീഷ് ആയിരുന്നു. ഞങ്ങളുടെ 6 ഇയേഴ്സ് കോഴ്സ് അവിടെ 2 തരത്തിലാണ് ബാച്ചസ് ഉള്ളത്. ഒന്ന് റഷ്യൻ സ്റ്റുഡൻസിനുള്ളൊരു ബാച്ച്, പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ളൊരു ബാച്ച്. ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ബാച്ചിലാണ് ഇന്ത്യൻസ്, പിന്നെ ഈജിപ്ഷ്യൻസ്, ഇറാനിയൻസ്, UK എന്നുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾ ആ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ബാച്ചിലായിരിക്കും. ആ ബാച്ചിലെ മീഡിയം ഇംഗ്ലീഷാണ് ഫ്രം ഫസ്റ്റ് ഇയർ ടു 6 ഇയർ. ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട് വേറെ ഇപ്പം എനിക്ക് തോന്നുന്നു ജോർജിയ ആവട്ടെ, പിന്നെ കിർഗിസ്ഥാൻ യൂണിവേഴ്സിറ്റീസിൽ ഐ എം നോട്ട് ക്ലിയർ, ബട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു 3rd ഇയർ ഒക്കെ കഴിയുമ്പോഴേക്കും അവരുടെ ലാംഗ്വേജിലായിരിക്കും ആ കോഴ്സ് പോവുക എന്നുള്ളത്. അപ്പം അതൊരു വലിയ കൺസേൺ ആയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പം 6 വർഷവും ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 6th ഇയർ ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിനെ പറ്റി ആലോചിക്കുമ്പം എൻ്റെ ഫസ്റ്റ് ഇയേഴ്സിലെ ടീച്ചേഴ്സ് ആവട്ടെ പ്രൊഫസേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വല്ലാണ്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബിക്കോസ് അവർക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടവും പിന്നെ അവർ എക്സൈറ്റഡ് ആണ് നമ്മളെ പഠിപ്പിക്കാൻ. അപ്പം അവരും ഈ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മളൊരു ഫോറിൻ രാജ്യത്ത് പോയി പഠിക്കുമ്പം അവിടുത്തെ ലാംഗ്വേജ് ആവശ്യമാണ്. അത് കാരണം തന്നെ റഷ്യൻ നമ്മുടെ കരിക്കുലത്തിലുണ്ട്. ആസ് എ സബ്ജക്റ്റ് ടീച്ചേഴ്സ് നമുക്ക് റഷ്യൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലും ആൻഡ് ദെൻ ഐ തിങ്ക് ഒരു 4th ഇയറിലും ആണെന്ന് തോന്നുന്നു ക്ലിനിക്കൽ റഷ്യൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് അപ് ടു അസ്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം ക്ലിനിക്കലി അത് നമുക്ക് ആവശ്യം വരും. നമുക്കവിടെ വെക്കേഷന് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രാക്ടീസൊക്കെ ചെയ്യാൻ നിൽക്കാം. ആ സമയത്ത് നമുക്ക് റഷ്യനെ അറിയാമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അവിടുത്തെ നേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിക്കാം. ലൈക്ക് അവർ നമുക്ക് വർക്ക് തരും, അത് നമുക്ക് ചെയ്യാം. അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ റഷ്യനാണ്. ബട്ട് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഫുൾ ഇംഗ്ലീഷാണ്. ടെൻഷനൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാനിവിടെ വന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഇവിടെ ആരോ പറഞ്ഞു ഡോക്ടർ റഷ്യൻ ലാംഗ്വേജിൽ പാട്ട് പാടുന്നൊക്കെ. എനിക്ക് റഷ്യൻ അറിയാം. ഐ മീൻ അങ്ങനെയല്ല, ബേസിക്കായിട്ട് അറിയാം. അപ്പം ഞാനവിടെ വർക്ക് ചെയ്തിരുന്നു. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. എൻ്റെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഇൻ്റർനാഷണൽ ഓഫീസുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി ഫോഴ്സ്ഡ് ആയതാണ് റഷ്യൻ പഠിക്കാൻ. കാരണം അവരെ മലയാളം പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ റഷ്യൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. യെസ്, പാട്ട്
അവിടുത്തെ ഒരു ഫേമസ് സോങ് ആണ്. ഞാൻ പാടുന്നില്ല, വേണമെങ്കിൽ പറയാം. പാടിക്കോ. It goes like Когда меня не станет, я буду петь голосами моих детей. И голосами детей нас просто меняет местами. Такой закон сансари, круговорот людей. Ой, мама, അയ്യോ. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ വെൻ ഐ എം ഗോൺ ഞാൻ സ്പീക്ക് ചെയ്യും ത്രൂ മൈ ചിൽഡ്രൻ ആൻഡ് ത്രൂ മൈ ഗ്രാൻഡ് ചിൽഡ്രൻ. അവരുടെ വോയിസസ് ഞാൻ സ്പീക്ക് ചെയ്യും. അതാണ് സംസാരം നമ്മുടെ വേർഡാണല്ലോ, നമുക്ക് കേട്ടിട്ടില്ലേ. അതാണ് വേൾഡിൻ്റെ തന്നെ ഒരു സൈക്കിൾ. അങ്ങനെയാണ്. ഓയ് മാമ അമ്മേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ ഇപ്പം റഷ്യൻ ലാംഗ്വേജ് പഠിച്ചെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അവിടെ എത്തിയപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ ആൾക്കാരായിട്ടൊന്ന് ജെല്ലാവാൻ, അവിടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് സമയമെടുത്തോ? ഫോർച്ചുനേറ്റ്ലി ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് റഷ്യൻ അറിയാവുന്നത് കാരണം അതെന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ദാശ പറഞ്ഞിട്ടൊരു കുട്ടിയാണ്. അവൾ റഷ്യനാണ്. എനിക്ക് അവൾ ഫസ്റ്റ് ഇയറിന്ന് കിട്ടിയതാണ്. അപ്പം യൂത്തിന് ഓൾറെഡി നമ്മുടെ പ്രായമുള്ളവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നത് കാരണം, പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ബാച്ചിലായത് കാരണം തന്നെ നമുക്ക് അത്യാവശ്യം മിങ്കിൾ ചെയ്യാനുള്ള എല്ലാ എക്സ്പോഷറും ഉണ്ട്. നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പം എനിക്ക് ദാശേനെ കിട്ടിയതൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻറ്റ് കൗൺസിൽ ഉണ്ട്. ഈ സ്റ്റുഡൻറ്റ് കൗൺസിൽ അറിയാലോ, നമ്മുടെ ഇവിടെ നാട്ടിലുള്ള പോലെ തന്നെ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അവർ. അപ്പോൾ അവർ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. പിന്നെ അവർ നമ്മളോട് ഇപ്പം നമ്മൾ ഫോറിൻ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടാവും. അപ്പം നമുക്ക് അവരോട് മിങ്കിൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനൊക്കെ പറയുന്നത് പേഴ്സണലി നമ്മുടെ ഇതനുസരിച്ചിട്ടാണല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ രാജ്യത്തുള്ള ഫ്രണ്ട്സിനെയും നമ്മളിപ്പം തമാശയ്ക്ക് അവിടെ പറയും, ഓക്കെ ഈജിപ്തിൽ വരുമ്പോൾ അൽക്കോളിയോ, അല്ലെങ്കിൽ ഇറാനിൽ വരുമ്പോൾ എന്നാൽ ഞാൻ നിന്നെ വിളിക്കാം, അങ്ങനെ. ഇപ്പം എനിക്ക് റഷ്യയിൽ പോയാൽ അവിടെ നിൽക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അങ്ങനെ. അപ്പം ഇറ്റ്സ് അപ് ടു അസ്. പിന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം കുറച്ച് എൽഡർലി ആയവർക്ക് കൂടുതൽ അവർക്ക് റഷ്യനാണ്, ഇംഗ്ലീഷ് അധികമായിട്ട് അറിയണ്ടാവില്ല. അപ്പം അവരല്ല, ബട്ട് യൂത്തിനൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതൊക്കെ എളുപ്പമാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മുടെ കേരളത്തിൽ നൈറ്റ് ലൈഫ് ഒട്ടും സേഫ് അല്ല എന്ന് പറയും. അപ്പം റഷ്യയിൽ എങ്ങനെയാണ് നൈറ്റ് ലൈഫ്, എത്രത്തോളം സേഫാണ്? യെസ്, അതൊരു വലിയ പോയിൻ്റാണ്. നമ്മൾ സാധാരണ കേരളത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഒന്നാമത് സ്കൂളിങ് കഴിഞ്ഞിട്ടാണല്ലോ പോണേ. ആ സമയത്ത് നമ്മൾ എന്താ കേട്ടിട്ടുള്ളത്, 8 ആകുമ്പോഴത്തേനും കയറണം, അല്ലെങ്കിൽ മാക്സ് ഒരു 10 ആകുമ്പോഴത്തേനും വീട്ടിൽ കയറണം. കാരണം അറിയാമല്ലോ നമ്മുടെ കൺട്രിയുടെ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെയാണ്. ബട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്, പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മുതലെടുത്തതും ഈ ഒരു കൈൻഡ് ഓഫ് റഷ്യയിലെ സിറ്റുവേഷനാണെന്ന് പറയാം. കാരണം അത്രത്തോളം സേഫാണ് രാത്രി ഇറങ്ങി നടക്കുക. രാത്രി മാത്രമല്ല കേട്ടോ, രാവിലെ ആവട്ടെ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റിയ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾക്ക് ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് റഷ്യ, സറാൻസ്ക്, എൻ്റെ സിറ്റി. പിന്നെ നമ്മളാരെയും പോയി അങ്ങോട്ട് ചൊറിയാണ്ടിരുന്നാൽ മതി. ഇപ്പം നാട്ടിലാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. അവിടെ അതേപോലെ തന്നെ നമ്മളാരെയും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും തരത്തിൽ ഡിസപ്പോയിൻറ്റ് ഇരിക്കാൻ ശ്രമിച്ചാൽ മതി. നമുക്ക് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാം. അപ്പം പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക, നമ്മുടെ കാര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവിടെ ഇറങ്ങി നടക്കുക, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ പണ്ട് സംഭരണ സീസണിൽ ആപ്പിൾസ് ഉണ്ടാവുന്ന സീസണാണല്ലോ. അപ്പം സമ്മറിന് ഓട്ടം തൊട്ട് മുന്നേ ഞങ്ങൾ രാത്രിയാണ് പോയിട്ട് ആപ്പിൾ പൊട്ടിക്കുക മരത്തുനിന്ന്. അവിടെ അടുത്ത് ഗാർഡൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു 3-4 പേര് ഞങ്ങൾ ഗേൾസ് ഇറങ്ങിയിട്ട് രാത്രി പോയിട്ട് ആപ്പിളൊക്കെ പൊട്ടിച്ച് കഴിക്കുന്ന ഈ സമയത്ത് ഇറ്റ്സ് സേഫ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ നാട്ടിലൊക്കെ അക്കാഡമിക്സിൻ്റെ ഒപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ലൈക്ക് ഇപ്പോൾ റഷ്യയിലെ യൂണിവേഴ്സിറ്റീസിലൊക്കെ എത്രത്തോളം കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ഈ പോഡ്കാസ്റ്റ് നിൽക്കുമെന്ന് തോന്നില്ല, ബിക്കോസ് എനിക്ക് അത്രത്തോളം പറയാനുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ റോളർ കോസ്റ്റർ റൈഡിൻ്റെ കാരണം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസാണ്. ഞാൻ പേഴ്സണലി അത്യാവശ്യം ഔട്ട് ഗോയിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പം ഫസ്റ്റ് ഇയർ മുതൽ
എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി എനിക്ക് അത്ര ഇഷ്ടം അതുകൊണ്ടാണ്. ബിക്കോസ് എനിക്ക് അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുള്ളത് എൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. എനിക്കെന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചിട്ട്, നമുക്ക് നാട്ടിൽ നിന്ന് എബ്രോഡ് MBBS പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ ഒരു ടെൻഷനായിരിക്കും ക്യാമ്പസ് ലൈഫ് ഇല്ല എന്നുള്ളത്, അല്ലേ? പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ ചെന്നപ്പം എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ഭയങ്കര കോർഡിനേറ്റിംഗ് ആണ്. ഈ ഫോറിൻ സ്റ്റുഡൻസിനെയൊക്കെ അവർ വിളിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്ന് നമ്മൾ പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരും അവർ. അപ്പം എനിക്ക് ഫസ്റ്റ് ഇയറിലെ തന്നെ ആ ഒരു വിഷമം പോയി. കാരണം ഞാനിവിടെ അത്യാവശ്യം കോകരിക്കുലർ സൈഡ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നൊരു കുട്ടിയായതുകൊണ്ട് ആ കൺസേണും ഉണ്ടായിരുന്നു. ബട്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. ബിക്കോസ് വളരെ നന്നായിട്ട് കോകരിക്കുലർ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. ഫോറിൻ സ്റ്റുഡൻസിനെ അതിലേക്ക് അവർ കൊണ്ടുവരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൂടാതെ തന്നെ നമുക്കിപ്പം അവിടെ ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ ഉണ്ട്. നമുക്കൊരു ഓഡിറ്റോറിയം ഉണ്ട്, വലിയൊരു ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക്. അവിടെ ഒരു ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ ഉണ്ട്. ഇപ്പം ഇന്ത്യൻസിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു റൂം പോലെയാണ്, നമ്മുടെ ഒരു കൾച്ചറൽ സെൻറ്ററാണത്. അതേപോലെ തന്നെ നമുക്ക് DKI ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുക. പിന്നെ ഇനി കൾച്ചറല്ല, സ്പോർട്സ്, ഈ ഒരു ഫുട്ബോളിൻ്റെ ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ ഒരു ഏരിയ തന്നെയുണ്ട്. എന്നും ഫുട്ബോൾ കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇൻഡോർ ആവട്ടെ ഔട്ട്ഡോർ ആവട്ടെ. ഇപ്പം വിൻ്റർ ആണെങ്കിൽ ഇൻഡോർ ആണല്ലോ പറ്റുക. അപ്പം ഇൻഡോർ ഔട്ട്ഡോർ ഫെസിലിറ്റി, സ്പോർട്സ്, അങ്ങനെ ഇതിപ്പോൾ ഞാനിനി പറഞ്ഞു പോയാൽ ഞാനിത് അവസാനിപ്പിക്കില്ല. ബിക്കോസ് അത്രയും കോകരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പുറം രാജ്യങ്ങളിൽ നമുക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫെസ്റ്റിവൽസ് ആയിരിക്കും. ഇപ്പോൾ ഓണം, വിഷു, ക്രിസ്മസ്, ഈദൊക്കെ. അപ്പോൾ ഇതിനൊക്കെ അവിടെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? പിന്നെ നമ്മുടെ ഈ പ്രേയേഴ്സും റിലീജിയസ് ആക്ടിവിറ്റീസിനൊക്കെ അവിടെ മോസ്ക്, ചേർച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ മൂവിയില്ലേ കുമ്പളങ്ങി നൈറ്റ്സ്, അതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ ഒരു കുട്ടീനെ പിടിച്ച് നടക്കുമ്പം അവർ പറയും ഞാൻ പോണ ഇടയെല്ലാം തൊളിഞ്ഞു പോയിരുന്നു പറയുമ്പം നമ്മുടെ ആക്ടർ പറയുന്നുണ്ട് എന്നാൽ ബെസ്റ്റ് സ്ഥലത്താ വന്നേക്കണേ എന്ന് പറയില്ലേ. അതേപോലെ ഈ റിലീജിയസ് ആക്ടിവിറ്റീസ് ആവട്ടെ, ഫങ്ഷൻസ് ആവട്ടെ, അതിനുള്ളൊരു ബെസ്റ്റ് സ്ഥലമാണ് അവിടെ. ബിക്കോസ് നമ്മൾ തന്നെ അതെല്ലാം ഓർഗനൈസ് ചെയ്യും. ഞങ്ങൾ കുട്ടികൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പിന്നെ നമ്മുടെ കൺസൾട്ടൻസിയുടെ ഹെൽപ്പ് വെച്ചിട്ട് ഇങ്ങനത്തെ ഓണം, വിഷു, ക്രിസ്മസ്, അങ്ങനത്തെ ഫെസ്റ്റിവൽസൊക്കെ ഓർഗനൈസ് ചെയ്യുകയും നമ്മളതവിടെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വോക്കബിൾ ഡിസ്റ്റൻസിലൊരു 2 or more മോസ്ക്സ് ഉണ്ട് അവിടെ. പിന്നെ എനിക്ക് ചേർച്ച് ഫെസിലിറ്റി വേണമായിരുന്നു, ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 2 ചേർച്ച് ഉണ്ട് വോക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന്. പിന്നെ ഒരു 3 മോസ്ക് ഉണ്ട് തോന്നുന്നു. അപ്പം ഇപ്പം മുസ്ലിംസിനാണെങ്കിൽ ഫ്രൈഡേ അതിനുള്ള അവർ പോവുമല്ലോ. അപ്പോൾ അതിനൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പോകുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പം റിലീജിയസ് സൈഡാണെങ്കിലും ഈ ഫെസ്റ്റിവൽസ് ആണെങ്കിലും നമുക്കത് ആഘോഷിക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റിയൊരു എൻവയോൺമെൻറ്റാണ് ഉള്ളത്. അപ്പോൾ ഡോക്ടർ അവിടെ അക്കോമഡേഷൻ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഇയറിൽ നമ്മൾ അവിടെ ചെല്ലുമ്പം ഒരു ഹോസ്റ്റലുണ്ട്, ഒരു 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്റ്റലാണ്. അവിടെ നിൽക്കണം എന്ന് മാൻഡേറ്ററി ആണ്. കാരണം നമ്മളൊരു പുതിയ കൺട്രിയിലേക്ക് പോവുകയാണല്ലോ, അവിടുത്തെ കാര്യങ്ങൾ എൻറ്റയർലി നമുക്ക് പുതിയതായിരിക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം നമ്മൾ അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റാഫ്സാണ്. എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാഫ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നിൽക്കണം ഫസ്റ്റ് ഇയറിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ മെസ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ ഇന്ത്യൻ മെസ്സ് അവൈലബിൾ ആണ്. ഇനി സെക്കൻഡ് ഇയറിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതും അല്ലെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെ ഒരു 15+ ഹോസ്റ്റൽസ് ഉണ്ട്. ഇതിൽ ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഹോസ്റ്റൽ നമ്പർ 11 ആണ്, വോർഷിലോവ 7. ഞാൻ അവിടെയാണ് നിന്നിരുന്നത്. ഒരുപാട് മെമ്മറീസ് ഉള്ള ഹോസ്റ്റലാണ്. അപ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേ വേണമെങ്കിൽ നമുക്ക് 11ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിനെല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ, നമ്മളെ കൺസൾട്ടൻസി നമ്മളെ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇനി അവിടെ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഫുഡിൻ്റെ കാര്യത്തിനാണെങ്കിൽ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ റീസെൻ്റ്ലി ഞാൻ പോരുന്നതിന് മുന്നേ അവിടെ ഇന്ത്യൻ മെസ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു.
അത് കൂടാതെ ഞാൻ ഇപ്പം കുറച്ച് നേരത്തെ മുന്നെയാണ് അറിയുന്നത് കേരള മെസ്സും സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്ന് അവിടെ. അപ്പം അല്ലെ ഇനി മെസ്സ് വേണ്ടാത്തവർക്ക് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് അപ്പാർട്ട്മെന്റ്സിലോട്ട് മാറുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവും? പിന്നെ അതുപോലെ തന്നെ റഷ്യ എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. അപ്പം അവിടെ ഒരുപാട് കാര്യങ്ങൾ ചുറ്റിക്കറങ്ങി കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണോ യൂസ് ചെയ്യുന്നത്? അപ്പോൾ അതിനൊക്കെ എത്രത്തോളം എക്സ്പെൻസ് ആയിട്ടുണ്ട്? ഫസ്റ്റ് ഇയർ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ആ ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം. സോ അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു നാട്ടിൽ നമ്മൾ അപ്പാർട്ട്മെൻ്റ് എടുത്ത് നിൽക്കുമല്ലോ, സോ ആ ഒരു എക്സ്പെൻസ് തന്നെ അവിടെയും അപ്പാർട്ട്മെൻറ്റിന് വരുന്നുള്ളൂ. റെൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. എനിക്ക് ആക്ച്വലി തോന്നിയത് ഇപ്പം ഞാൻ കാലിക്കട്ട് അപ്പാർട്ട്മെൻറ്റ്സ് നോക്കിയിരുന്നപ്പം കാലിക്കട്ട് സിറ്റിക്കൊക്കെ അടുത്ത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയായിരുന്നു, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്നിരുന്ന അപ്പാർട്ട്മെൻറ്റ് ഇത്ര വിലയില്ലല്ലോ അങ്ങനെ. അപ്പോൾ അതാണ് അപ്പാർട്ട്മെൻറ്റ്സിൽ വരുന്നത്. ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹോസ്റ്റൽസ് ഉണ്ട്, ഗവൺമെൻറ് ഹോസ്റ്റൽസ് ഉണ്ട്. ഇനി ട്രാവലിൻ്റെ കാര്യത്തിന് നമുക്കവിടെ ഏറ്റവും ഏകദേശം ഒരു 6 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് പോകാനുള്ള എല്ലാ ബിൽഡിങ്സും വരുന്നത്, യൂണിവേഴ്സിറ്റി ബിൽഡിങ്സ് എല്ലാം വരുന്നത്. നമ്മുടെ ക്യാമ്പസ് നമുക്ക് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. നമുക്ക് ഈ 6 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണത് വരുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ്. ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 20 റൂബിൾ, 20 മേ ബി കൂടിയിട്ടുണ്ടാവും കേട്ടോ, ഞാൻ പോരുമ്പം 20 ആയിരുന്നു. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ ജേണിക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാലും അത് കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യാലും അത്രയേ ഉള്ളൂ, അത് കൊടുത്താൽ മതി. ഇനി അതല്ല, വേറൊരു ഓപ്ഷനുണ്ട്, നമുക്ക് ബസ്സസിന് വേണമെങ്കിൽ കാർഡ്സ് എടുക്കാം. ഈ മന്ത്ലി നമ്മൾ കാർഡ്സ് എടുക്കുമല്ലേ, അതേപോലെ. സോ അതിനൊരു നമ്മുടെ ഡിപ്പോയിൽ പോയിട്ട് അവിടെ ഒരു സർട്ടൻ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അവർ കാർഡ് തരും. ആ കാർഡ് വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ കാണിച്ചു കൊടുത്താൽ, ഫ്രീ ആയിട്ടല്ല, കാർഡിനൊരു എമൗണ്ട് ഉണ്ട്, കാർഡ് കാണിച്ചു കൊടുത്താൽ ബസ്സിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി വേറെ ഇപ്പം ഈ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് റഷ്യ. അപ്പം ഒരുപാട് സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. പക്ഷേ ഞാൻ പേഴ്സണലി ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ഔട്ട് ഗോയിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്പോൺസർ ചെയ്തിട്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു. അതിൽ സറാത്തോവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം, പിന്നെ ഗലഞ്ചിക്ക് പറഞ്ഞിട്ട് ബ്ലാക്ക് സീ ഉള്ള സ്ഥലമാണ്, ദിവ്നോമോർസ്ക്, പെൻസ, ഉല്യനോസ്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റി എക്സ്പെൻസിൽ പോയിട്ടുണ്ട്. അതല്ലാതെ പോകാനുള്ള ഓപ്ഷൻ നമുക്ക് ഫ്ലൈറ്റിൽ വേണ്ടവർക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിൻസിൽ ട്രാവൽ ചെയ്യാം, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം, അങ്ങനെ. പിന്നെ വെക്കേഷൻസിലാണ് കൂടുതൽ, നമുക്കൊരു 10 days 5 days ഒക്കെ വെക്കേഷൻ കിട്ടൂലേ, ആ സമയത്താണ് കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പോവുക, രസമാണ് അങ്ങനെ. ഓക്കെ, അപ്പം ഞാൻ ഇൻട്രോയിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞു FMG എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തു എന്ന്. അപ്പോൾ എങ്ങനെയാണ്, ഒരുപാട് ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാം ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്? യൂണിവേഴ്സിറ്റി അതിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? FMG ഒരു ടഫ് ജേണി ആയിരുന്നു. ഒരു 6 months അതിനുവേണ്ടി തന്നെ ഇരുന്നു എന്ന് വേണം പറയാൻ. എന്ന് വെച്ചാൽ 24/7 hours പഠിച്ചു എന്നല്ല, ബട്ട് അത്യാവശ്യം ഒരു എഫേർട്ട് ഞാനവിടെ ഇട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഇയറിൽ അവിടെ ചെല്ലുമ്പം എത്രത്തോളം എൻ്റെ യൂണിവേഴ്സിറ്റി FMG ഫ്രണ്ട്ലി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബിക്കോസ് അപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. ബട്ട് ഒരു 4th year 5th year ഒക്കെ ആയപ്പം ചില സബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ സർജറി, പീഡിയാട്രിക്സ്, അങ്ങനെ ചില സബ്ജക്ട്സ്, അപ്പം ആ ടീച്ചേഴ്സിന് ദേ ആർ അവെയർ ഓഫ് ദിസ് എക്സാമിനേഷൻ. അവർക്കറിയാം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഒരു FMGE എന്ന് പറയുന്ന ഒരു എക്സാം ക്ലിയർ ചെയ്യാനുണ്ട്. അത് അത്യാവശ്യം ടഫാണ്, ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 19 സബ്ജക്ട്സ് അല്ലേ, 19 സബ്ജക്റ്റാണ് ഉള്ളത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അവർക്കതറിയാം. അത് കാരണം തന്നെ അവർ ഈ FMGസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതവർ നമ്മളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്സ് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്.
ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ MCQ എക്സാമിനേഷൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു എക്സ്പോഷർ നമുക്ക് തരുന്ന സബ്ജക്ട്സ്, ഇപ്പം മേജർ സബ്ജക്ട്സ് ആണ് ലൈക്ക് സർജറി ഒക്കെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് എൻ്റെ തെറാപ്പിയുടെ സാർ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് വാങ്ങിയിരുന്നു. കാരണം അത് നമുക്കും കൂടെ ഹെൽപ്ഫുൾ ആണല്ലോ. ഫണ്ണി പാർട്ടീസ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ FMG പ്രിപ്പയർ ചെയ്തിരുന്ന അവിടെ പീഡിയാട്രിക്സ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. അപ്പം പീഡിയാട്രിക്സ് എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പം അത്രയും ഇരുന്ന് പഠിച്ചിട്ടുണ്ട് പീഡിയാട്രിക് എക്സാമിന്. അപ്പം ആ സമയത്ത് FMG ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം എന്താ അറിയോ, അവർ പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ടോപ്പിക്കാണ് പറഞ്ഞു വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇച്ചിരിയും കൂടെ കൂടുതൽ നമുക്കറിയാമെന്നുള്ളൊരു ഫീല്, അതിൽ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഇല്ലേ, അതുമല്ല. പക്ഷെ വല്ലാണ്ട് എനിക്ക് തോന്നിയിരുന്നു. ബട്ട് എൻ്റെ കൂടെ തന്നെ FMG പ്രിപ്പറേഷൻ ചെയ്ത വേറെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലെ കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. അപ്പം വളരെ അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നോളജ് ലെവലുള്ളവരെയും കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പം യെസ്, മൈ യൂണിവേഴ്സിറ്റി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും ഈ കാര്യത്തിൽ.